നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യമെങ്ങും മോക്ക് ഡ്രിൽ. കോട്ടയം ജില്ലയിൽ സർക്കാർ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് മോക്ക് ഡ്രിൽ നടത്തി. പൊൻകുന്നം മിനി സിവിൽ സ്റ്റേഷനിലും ജീവനക്കാർ ഭാഗമായി. വിശ്വാസികളിൽ ആത്മീയതയുടെ പുതുസുഗന്ധം പടർത്തി പുതുപ്പള്ളി പള്ളിപ്പെരുന്നാൾ. വെച്ചൂട്ട് നേർച്ച സദ്യയിൽ പങ്കെടുത്ത പതിനായിരങ്ങൾ. പൊൻകുരിശേന്തി നടന്ന പ്രദക്ഷിണവും ഭക്തിസാന്ദ്രം. പൊതുവിദ്യാലയങ്ങളിലെ പ്രവൃത്തി ദിനം ആഴ്ചയിൽ 5 ദിവസം മതിയെന്ന് സർക്കാരിനോട് വിദഗ്ധ സമിതിയുടെ ശുപാർശ. ശനിയാഴ്ച അവധി നൽകണം. ഹൈസ്കൂളുകളിൽ അരമണിക്കൂർ പഠന സമയം വർദ്ധിപ്പിക്കണം. കേരളത്തിൽ കേന്ദ്ര പദ്ധതികളുടെ പോസ്റ്ററടിക്കൽ മാത്രമാണ് നടക്കുന്നതെന്ന് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കോട്ടയത്ത് BJPയുടെ വികസിത കേരളം കൺവെൻഷൻ. വാർത്തകൾ വിശദമായി. ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യമെങ്ങും മോക്ക് ഡ്രിൽ നടത്തി. സ്വയം സുരക്ഷയ്ക്കായി ജനങ്ങളെ സജ്ജമാക്കുന്നതിനായാണ് മോക്ക് ഡ്രില്ല് നടത്തിയത്. അടിയന്തര സാഹചര്യത്തെ എങ്ങനെ നേരിടണം എന്ന് ബോധ്യപ്പെടുത്തുന്നതിനായാണ് മോക്ക് ഡ്രിൽ. എല്ലാ ജില്ലകളിലും മോക്ക് ഡ്രിൽ നടന്നു. കോട്ടയം ജില്ലയിൽ കളക്ടറേറ്റ് ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. പൊൻകുന്നം സിവിൽ സ്റ്റേഷനിലും ജീവനക്കാർ മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി. ഒരു യുദ്ധസമാനമായ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 14 ജില്ലകളിലും ഡിഫൻസ് മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിത് പൊൻകുന്നം സിവിൽ സ്റ്റേഷനിൽ ഇന്ന് ഇതിൻ്റെ ഭാഗമായിട്ടൊരു മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടത്. 4 മണിക്ക് സൈറൺ അടിച്ചതിൻ്റെ ഉടൻ തന്നെ നമ്മുടെ ജീവനക്കാരെല്ലാവരും തന്നെ ഓഫീസുകളിലെ ഫാനും ലൈറ്റുകളും വാതിലുകളും ഓഫ് ചെയ്ത് വാതിലുകളും അടച്ച് ഈ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണിപ്പോൾ. ഇതിനുശേഷം 4:28 അടുത്ത സൈറൺ അടിക്കുന്നതോടുകൂടി ഇവർ തിരിച്ച് പോകും. ഇത് നമ്മുടെ സൈന്യം ഒരു യുദ്ധസമാനമായ ഒരു സാഹചര്യം എങ്ങനെയാണ് നമ്മൾ തരണം ചെയ്യേണ്ടത് എന്നുള്ളൊരു ട്രയലാണ് നമ്മളിവിടെ നടത്തിയിരിക്കുന്നത്. ആ ഒരു സംഭവം നമ്മളിവിടെ നമ്മുടെ ജീവനക്കാരെല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ പറഞ്ഞ പ്രോട്ടോകോൾ അനുസരിച്ചാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. വിശ്വാസികളിൽ ആത്മീയതയുടെ പുതുസുഗന്ധം പടർത്തി പുതുപ്പള്ളി പള്ളിയിലെ പെരുന്നാളിന് സമാപന ദിവസം നടന്ന വെച്ചൂട്ടിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ഉച്ചകഴിഞ്ഞ് പൊൻകുരിശുമേന്തി പ്രദക്ഷിണവും നടന്നു. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. പ്രധാന പെരുന്നാൾ ദിനമായ ഇന്ന് പുതുപ്പള്ളി പള്ളിയിലേക്ക് വിശ്വാസികളുടെ പ്രവാഹമായിരുന്നു. സമാപന ദിവസം നടന്ന വെച്ചൂട്ട് നേർച്ച സദ്യയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ചോറ്, മാങ്ങ, അച്ചാർ, ചമ്മന്തിപ്പൊടി, മോര് എന്നിവയാണ് വെച്ചൂട്ടിലെ പ്രധാന വിഭവങ്ങൾ. വിശ്വാസികൾ നേർച്ച ചോറ് വീടുകളിൽ കൊണ്ടുപോയി ഉണക്കി സൂക്ഷിക്കാറുണ്ട്. വെച്ചൂട്ട് നേർച്ച സദ്യ കഴിക്കുന്നത് രോഗശാന്തി നൽകുമെന്നാണ് വിശ്വാസം. പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ പള്ളിയിലെ ചടങ്ങുകളിലും വെച്ചൂട്ട് നേർച്ച സദ്യയിലും പങ്കെടുത്തു. ഓരോ കൗണ്ടറുകളിലും 4 നിരകളിലായാണ് ആളുകളെ കടത്തിവിട്ടത്. കുട്ടികൾക്ക് ആദ്യ ചോറൂണും ഇതോടൊപ്പം നടന്നു. ഉച്ചയ്ക്ക് ശേഷം പൊൻവെള്ളി കുരിശുകളേന്തി പ്രദക്ഷിണം നടന്നു. പൊൻവെള്ളി കുരിശുകളും വിവിധ വർണ്ണങ്ങളിലുമുള്ള മുത്തുകുടകളും പ്രദക്ഷിണത്തിൽ അകമ്പടിയായി. പള്ളിയിൽ നിന്ന് ആരംഭിച്ച പ്രദക്ഷിണം എരമല്ലൂർ ചുറ്റി തിരികെ പള്ളിയിലെത്തി. തുടർന്ന് കുർബാനയ്ക്ക് ശേഷം നേർച്ച വിളമ്പി. അപ്പവും കോഴി വറുത്തതുമായിരുന്നു നേർച്ചയായി വിളമ്പിയത്. ആയിരക്കണക്കിന് വിശ്വാസികളാണ് പ്രധാന പെരുന്നാൾ ദിനത്തിൽ പള്ളിയിലേക്ക് ഒഴുകിയെത്തിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ജാതിക്കും മതത്തിനും അതീതമായി വിശ്വാസികളുടെ ആശ്രയ കേന്ദ്രമാണ് പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുശേഷിപ്പ് സ്ഥാപിച്ച മലങ്കരയിലെ ആദ്യ പള്ളിയാണ് പുതുപ്പള്ളി പള്ളി. 18 പടികൾ, കൂർമാകൃതിയിലുള്ള പീഠത്തിലെ കുരിശ്, 9 ബലിപീഠങ്ങൾ ഇവയെല്ലാം പുതുപ്പള്ളി പള്ളിയുടെ മാത്രം സവിശേഷതയാണ്. കൊടൂരാറിന്റെ തീരത്ത് കേരളീയ വാസ്തുശില്പ മാതൃകയിലുള്ള കൽക്കുരിശ് വണങ്ങി 18 പടികൾ കയറി വിശ്വാസികൾ എത്തുന്നത് അപൂർവമായ ഒരു ആത്മീയ അന്തരീക്ഷത്തിലേക്കാണ്. ജാതിമത ചിന്തകൾക്കതീതമായി വിശ്വാസികളുടെ ആശ്രയ കേന്ദ്രമായി മാറിയ പുതുപ്പള്ളി പള്ളിയിലേക്ക് വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥത തേടി ആയിരങ്ങൾ ഓരോ ദിവസവും ഇവിടെ വന്നു പോകുന്നു. പുതുപ്പള്ളി പള്ളിയുടെ മാത്രം പ്രത്യേകതയാണ് കൂർമാകൃതിയിലുള്ള പീഠത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പുതുപ്പള്ളി കുരിശ്. കൂടാതെ പള്ളിയുടെ പൈതൃകത്തിന്റെയും പാരമ്പര്യത്തിന്റെയും
ഐക്യത്തിന്റെയും പ്രതീകമാണ് കുരിശിൻ തൊട്ടിയും 18-ാം പടിയും. മെഴുകുതിരി കത്തിക്കുന്നതിനൊപ്പം എണ്ണയൊഴിച്ച് തിരി തെളിക്കാനുള്ള വിളക്കുകളും കുരിശിൻ തൊട്ടിക്ക് ചുറ്റുമുണ്ട്. 84 തിരികളാണ് ഇവിടെയുള്ളത്. ഇത് 12 ശ്ലീഹന്മാരെയും 72 അറിയിപ്പുകാരെയും സൂചിപ്പിക്കുന്നു. കൊടുൂരാറ്റിൽ മുങ്ങിക്കുളിച്ച് കുരിശിൻ തൊട്ടിയിൽ ചുറ്റുവിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ ഉദ്ദിഷ്ടകാര്യം സാധിക്കുമെന്നാണ് വിശ്വാസം. ഇതുപോലെ പ്രസിദ്ധമാണ് പള്ളിയിലേക്കുള്ള 18 പടികൾ. ആദ്യത്തെ 5 പടികൾ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി എന്നീ പഞ്ചേന്ദ്രിയങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അടുത്ത 8 പടികൾ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, അസൂയ, ഡംഭ് എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. അടുത്ത 3 പടികൾ സത്വ, രജോ, തമോ ഗുണങ്ങളെയും അവസാനത്തെ 2 പടികൾ വിദ്യയെയും അവിദ്യയെയും പ്രതിനിധീകരിക്കുന്നു. വ്രതശുദ്ധിയോടെ 18 പടികൾ താണ്ടി വിശുദ്ധന്റെ അരികിലെത്തി അനുഗ്രഹം നേടാമെന്നാണ് വിശ്വാസം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാനത്ത് പൊതുവിദ്യാലയങ്ങളിലെ പ്രവൃത്തി ദിനങ്ങൾ ആഴ്ചയിൽ 5 ദിവസമാക്കാൻ വിദഗ്ധ സമിതി സർക്കാരിനോട് ശുപാർശ ചെയ്തു. ശനിയാഴ്ച അവധി നൽകണം. ഹൈസ്കൂളിലെ പ്രവൃത്തി സമയം അരമണിക്കൂർ വീതം വർദ്ധിപ്പിക്കണമെന്നും ശുപാർശ ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ആഴ്ചയിൽ 5 പ്രവൃത്തി ദിവസം മതിയെന്നും ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കേണ്ടതില്ലെന്നും വിദഗ്ധ സമിതി ശുപാർശ. ഹൈസ്കൂളുകളിലെ പ്രവർത്തന സമയം രാവിലെയും വൈകിട്ടും അരമണിക്കൂർ വീതം വർദ്ധിപ്പിക്കാം എന്നും നിർദ്ദേശമുണ്ട്. വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് അധ്യയന വർഷത്തിൽ 1000 മണിക്കൂർ പഠനം ഉറപ്പാക്കാനാണ് ഹൈസ്കൂളുകളിലെ പഠന സമയം കൂട്ടാനുള്ള ശുപാർശ വന്നത്. നിലവിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയുള്ള പ്രവൃത്തി സമയം 9:30 മുതൽ 4:30 വരെ ആക്കാമെന്നാണ് നിർദ്ദേശം. ശനിയാഴ്ചകളിൽ പഠനം വേണ്ടെങ്കിലും സ്കൂളുകളിലെ കലോത്സവം പോലുള്ള പാഠ്യേതര പ്രവർത്തനങ്ങൾ അന്നു നടത്തിയാൽ പഠന സമയം നഷ്ടമാകുന്നത് ഒഴിവാക്കാമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. പ്രകൃതിക്ഷോഭം പോലുള്ള സാഹചര്യങ്ങളിൽ ഏറെ ക്ലാസ് നഷ്ടമായാൽ മാത്രം ശനിയാഴ്ചകൾ ക്ലാസ് നടത്താമെന്നാണ് നിർദ്ദേശം. വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് UP തലം മുതൽ 220 പ്രവൃത്തി ദിവസമാണ് നിർദ്ദേശിക്കുന്നതെങ്കിലും സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ 195 മുതൽ 200 ദിവസമാണ് വിദ്യാഭ്യാസ കലണ്ടർ അനുസരിച്ചുള്ള പ്രവൃത്തി ദിവസങ്ങൾ. അതിനെതിരെ ഹൈക്കോടതിയിൽ വന്ന ഹർജിയിലെ വിധി അനുസരിച്ച് കഴിഞ്ഞ വർഷം ശനിയാഴ്ചകൾ കൂടി ഉൾപ്പെടുത്തി 220 പ്രവൃത്തി ദിനങ്ങൾ ആക്കിയിരുന്നു. ഇതിനെതിരെ അധ്യാപക സംഘടനയായ KPSTA നൽകിയ ഹർജിയിൽ ശനിയാഴ്ച പ്രവൃത്തി ദിവസം ആക്കിയത് ഒഴിവാക്കാനായിരുന്നു വിധി. തുടർന്നാണ് സർക്കാർ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരളത്തിൽ നടക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളിൽ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ച് പോസ്റ്റർ അടിക്കൽ മാത്രമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. BJPയുടെ വികസിത കേരളം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BJPയുടെ നേതൃത്വത്തിൽ കറുകച്ചാൽ, കോട്ടയം എന്നിവിടങ്ങളിൽ വികസിത കേരളം കൺവെൻഷൻ നടത്തി. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ച് പോസ്റ്റർ അടിക്കുന്ന വികസനമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസനമില്ല, ആകെ വന്നത് ദേശീയപാത വികസനം മാത്രമാണ്. ഇവിടെ LDF മാനിഫെസ്റ്റോ പറഞ്ഞല്ലോ, ഞങ്ങൾ 250 രൂപ സപ്പോർട്ട് പ്രൈസ് കൊടുക്കും റബ്ബർ കർഷകർക്ക്. ഒറ്റ രൂപ കൊടുത്തിട്ടില്ല. ഒരു ഒറ്റ അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കിയിട്ടില്ല. ഞാനല്ല പറയുന്നത്, മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അസംബ്ലിയിൽ പറയുന്നു, ഈ നാട്ടിലാകെ ഉണ്ടാക്കിയത് ഒരു ഹൈവേ ആണ്. ആ ഹൈവേ ഉണ്ടാക്കിയത് നരേന്ദ്രമോദിജിയും നിതിൻ ഗഡ്കരിയും. കോൺഗ്രസിലും CPM-ലും രാജവംശ ഭരണമാണെന്നും കോൺഗ്രസ് രാജവംശ ഭരണമാണ് രാജ്യത്തെ നശിപ്പിച്ചതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. രാഷ്ട്രീയ എതിരാളികളുടെ പ്രീണനമാണ് മുൻപത്ത് തെളിഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിഴിഞ്ഞം പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംഭാവനയാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു. 3 പതിറ്റാണ്ട് കേന്ദ്ര അനുമതി ലഭിക്കാതെ കിടന്ന പദ്ധതിക്ക് വേണ്ട കേന്ദ്ര അനുമതി നൽകിയത് നരേന്ദ്രമോദി സർക്കാരാണെന്നും ജോർജ് കുര്യൻ കൂട്ടിച്ചേർത്തു. 3 പതിറ്റാണ്ടായിട്ട് കേന്ദ്രത്തിന്റെ അനുമതി കിട്ടിയില്ല, പെർമിഷൻ കിട്ടിയില്ല. നരേന്ദ്രമോദി വരുന്നിടവരെയും മറ്റ് ചില തുറമുഖങ്ങൾക്ക് വേണ്ടി ഇവിടെ കളിക്കുകയായിരുന്നു. 3 പതിറ്റാണ്ട് നരേന്ദ്രമോദി അധികാരത്തിലേറി. അപ്പോൾ കൊടുത്തു വിഴിഞ്ഞത്തിന് പെർമിഷൻ. അതുകൊണ്ടാണ് പറയുന്നത്, വിഴിഞ്ഞം നരേന്ദ്രമോദിയുടെ സംഭാവനയാണ്, കേരളത്തിലെ ജനങ്ങൾക്കുള്ള സംഭാവനയാണ്.
എന്ന് പറയുന്നത്. കോട്ടയത്ത് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ജി ലിജിൻലാൽ അധ്യക്ഷനായി. നേതാക്കളായ AN രാധാകൃഷ്ണൻ, ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ, നാരായണൻ നമ്പൂതിരി, S ജയസൂര്യൻ, ജിജി ജോസഫ്, S സുരേഷ്, അശോകൻ കുളനട തുടങ്ങിയവർ പ്രസംഗിച്ചു. കറുകച്ചാലിൽ ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് VM മനോജ് അധ്യക്ഷനായി. നേതാക്കളായ PC ജോർജ്, J പ്രമീള ദേവി, N ഹരി, നോബിൾ മാത്യു, B രാധാകൃഷ്ണ മേനോൻ, ഷോൺ ജോർജ്, G രാമൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാമ്പാടിയിൽ കാർ റെസ്റ്റോറന്റിലേക്ക് ഇടിച്ചു കയറി അപകടം. പത്തനംതിട്ട സ്വദേശികളുടേതാണ് വാഹനം. ആർക്കും പരിക്കില്ല. പാമ്പാടിയിൽ കാർ റെസ്റ്റോറന്റിൽ ഇടിച്ചു കയറി അപകടമുണ്ടായി. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് അപകടം. പാമ്പാടി കാർഷിക വിപണന കേന്ദ്ര ബിൽഡിംഗിന് എതിർവശത്ത് പ്രവർത്തിക്കുന്ന കോഫി ഹൌസിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. കടയിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയവരുടെ വാഹനമാണ് കടയിലേക്ക് ഇടിച്ചു കയറിയത്. കടയുടെ മുൻഭാഗത്തെ കണ്ണാടിയും മുൻവശത്തിരുന്ന ഉപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. പത്തനംതിട്ട സ്വദേശികളുടേതാണ് അപകടത്തിൽപ്പെട്ട വാഹനം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. കാഞ്ഞിരപ്പള്ളി ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് നസീബ് A അബ്ദുൾ റസാഖിന് യാത്രയയപ്പ് നൽകി. പാലക്കാട് വടക്കാഞ്ചേരിയിലേക്ക് സ്ഥലമാറ്റം ലഭിച്ചതിനെ തുടർന്നാണ് യാത്രയയപ്പ് നൽകിയത്. ജുഡീഷ്യറിയുടെ അഭിമാനം സംരക്ഷിക്കാൻ എല്ലാ വക്കീലന്മാർക്കും ബാധ്യതയുണ്ടെന്ന് മജിസ്ട്രേറ്റ് നസീബ് അബ്ദുൾ റസാഖ് പറഞ്ഞു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ബിജോയ് അധ്യക്ഷനായി. മുൻസിഫ് സ്മിത സൂസൻ മാത്യു, മജിസ്ട്രേറ്റ് ഗീത പ്രസാദ്, ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രൂസ്, സീനിയർ അഭിഭാഷകനായ തോമസ് കുര്യൻ, അഭിഭാഷകരായ ജോയി K ജോർജ്, സോണി തോമസ്, ഗിരീഷ് S നായർ, D മുരളീധർ, MA ഷാജി, അലക്സ് J എടക്കാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. KK റോഡിൽ ചേന്നമ്പള്ളി കവലയ്ക്ക് സമീപം റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ആഞ്ഞിലിമരം വെട്ടിമാറ്റണമെന്ന് ഗ്രാമസേവിനി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മരത്തിന്റെ ചുവട്ടിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചു. KK റോഡിൽ നാഷണൽ ഹൈവേ 183-ൽ പാമ്പാടി ചേന്നമ്പള്ളി ഗ്രാമസേവിനി ജംഗ്ഷന് സമീപം അപകടകരമായ നിലയിൽ റോഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന കൂറ്റൻ ആഞ്ഞിലിമരം മുറിച്ചു മാറ്റണമെന്ന് ഗ്രാമസേവിനി റെസിഡൻസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. അസോസിയേഷന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ മരത്തിന്റെ ചുവടിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം മരത്തിലെ ഒരു ശിഖരം KK റോഡിലേക്ക് ഒടിഞ്ഞു വീണു. നൂറുകണക്കിന് വാഹനങ്ങൾ ദിവസേന കടന്നുപോകുന്ന റോഡാണിത്. മരം വല്ലാതെ ചെരിഞ്ഞ് അപകടാവസ്ഥയിലായതിനാൽ ഉടൻ മാറ്റാൻ അധികാരികൾ തയ്യാറാകണമെന്നും പകരം 10 വൃക്ഷങ്ങൾ വഴിയോരത്ത് നടുമെന്നും കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത ഗ്രാമസേവിനി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR രാജൻ പറഞ്ഞു. ഹൈവേ അധികാരികൾ, ജില്ലാ കളക്ടർ, പഞ്ചായത്ത് അധികൃതർ എന്നിവരോട് മരം വെട്ടിമാറ്റാൻ വൈകരുതെന്നും ഉടൻ നടപടി സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. തോമസ് ലാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമസേവിനി സെക്രട്ടറി G വേണുഗോപാൽ, ബിജു തോമസ്, R അജിത് കുമാർ, TJ ജോൺ തറക്കുന്നൽ, ഷാജി ഈട്ടിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. കാപ്പ നിയമപ്രകാരം കോട്ടയം ജില്ലയിൽ നിന്നും 2 പ്രതികളെ പുറത്താക്കി. കോട്ടയം പെരുമ്പായിക്കാട് മുള്ളുശ്ശേരി അനന്തു സത്യൻ, ഈരാറ്റുപേട്ട പത്താഴപ്പടി മുഹമ്മദ് മുനീർ എന്നിവരെയാണ് ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റേഞ്ച് DIG 6 മാസത്തേക്ക് പുറത്താക്കിയത്. ഇരുവരും നിരവധി ക്രിമിനൽ കേസുകളിലും രാസലഹരി കേസുകളിലും പ്രതികളാണ്. അറിയിപ്പ്: കോട്ടയം ജില്ലയിലെ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന് കീഴിൽ വിതരണത്തിന് തയ്യാറായിരിക്കുന്ന തേക്കും കമ്പുകൾ മെയ് 12 മുതൽ വിതരണം ചെയ്യും. പൊൻകുന്നം സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസിൽ നിന്ന് ഒരു സ്റ്റമ്പിന് 15 രൂപ നിരക്കിൽ വാങ്ങാം. വിശദ വിവരങ്ങൾക്ക് ഫോൺ 9496230296. ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിൽ വിവിധ കോഴ്സുകളുടെ പുതിയ ബാച്ച് ആരംഭിക്കുന്നു. പാരമ്പര്യ വാസ്തുശാസ്ത്രത്തിൽ ഡിപ്ലോമ, PG ഡിപ്ലോമ, ഹ്രസ്വകാല സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്നിവയും ചുമർ ചിത്രരചനയിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്നിവയിലേക്കുമാണ് അപേക്ഷ ക്ഷണിച്ചത്. താൽപര്യമുള്ളവർ മെയ് 20-ന് മുൻപായി www.vastuvidyagurukulam.com എന്ന സൈറ്റിലൂടെ അപേക്ഷിക്കണം. വിവരങ്ങൾക്ക് ഫോൺ 9188089740. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യമെങ്ങും മോക്ക് ഡ്രിൽ. കോട്ടയം ജില്ലയിൽ സർക്കാർ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് മോക്ക് ഡ്രിൽ നടത്തി. പൊൻകുന്നം മിനി സിവിൽ സ്റ്റേഷനിലും ജീവനക്കാർ ഭാഗമായി. വിശ്വാസികളിൽ ആത്മീയതയുടെ പുതുസുഗന്ധം പടർത്തി പുതുപ്പള്ളി പള്ളിപ്പെരുന്നാൾ. വെച്ചൂട്ട് നേർച്ച സദ്യയിൽ പങ്കെടുത്ത് 10,000. പൊൻകുരിശേന്തി നടന്ന പ്രദക്ഷിണവും ഭക്തിസാന്ദ്രം. പൊതുവിദ്യാലയങ്ങളിലെ പ്രവൃത്തി ദിനം ആഴ്ചയിൽ 5 ദിവസം മതിയെന്ന് സർക്കാരിനോട് വിദഗ്ധ സമിതിയുടെ ശുപാർശ. ശനിയാഴ്ച അവധി നൽകണം. ഹൈസ്കൂളുകളിൽ അരമണിക്കൂർ പഠന സമയം വർദ്ധിപ്പിക്കണം. കേരളത്തിൽ കേന്ദ്ര പദ്ധതികളുടെ പോസ്റ്ററടിക്കൽ മാത്രമാണ് നടക്കുന്നതെന്ന് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കോട്ടയത്ത് BJPയുടെ വികസിത കേരളം കൺവെൻഷൻ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.